5 തലമുറകളായി നിങ്ങൾക്കൊപ്പം PRS ഹോസ്പിറ്റൽ. ദേശീയ നിലവാര സൂചിക വിദ്യാഭ്യാസ സൂചിക പരിശോധിച്ച് വരുമ്പോൾ 14 സ്ഥാനത്തേക്ക് കേരളം പോയിട്ടുണ്ട്. ഇതൊരു ഭീതിപ്പെടുത്തുന്ന വിഷമപ്പെടുത്തുന്ന ഒരു പ്രശ്നമാണ്. നേരത്തെ തന്നെ ഡൽഹിയിൽ നിന്ന് വരുന്ന പല ഏജൻസികളുടെ പഠനങ്ങൾ നടക്കുമ്പോൾ 4ാം ക്ലാസ്സിലെ കുട്ടിക്ക് അല്ലെങ്കിൽ 8ാം ക്ലാസ്സിലെ കുട്ടിക്ക് 4ാം ക്ലാസ്സിലെ സിലബസ് കൊടുത്താൽ പോലും എഴുതാനും പഠിക്കാനും കഴിയുന്നില്ല എന്ന് പറഞ്ഞ് വലിയ വിവാദങ്ങൾ കുറേ വർഷങ്ങളായിട്ട് ഇവിടെ കിടപ്പുണ്ട്. കുട്ടികൾക്ക് എഴുതാനറിയില്ല, വായിക്കാനറിയില്ല, അതൊരു വലിയ വിഷയം തന്നെയാണ്. കിഫ്ബിയുടെ നേതൃത്വത്തിൽ വ്യാപകമായ തോതിൽ സ്കൂളുകളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ കൂട്ടിയിട്ടുണ്ട്. യാതൊരു തർക്കവുമില്ല അതിനകത്ത്. കാരണം ഞാനൊക്കെ പഠിച്ചത് ഓല കെട്ടിടത്തിനാണ്. അന്ന് ഗോതമ്പ് മാവാണ് തരുന്നത്. അതിൽ പുഴു ഉണ്ടായിരിക്കും, ചെള്ളുണ്ടായിരിക്കും. അത് ചെള്ള് പറക്കി കളഞ്ഞിട്ടാണ് ഞങ്ങൾ കഴിക്കുന്നത്. ഗോതമ്പ് കുറുക്കുണ്ടായിരിക്കും, അതിന് പാത്രം കൊണ്ടുപോകണം. ഗോതമ്പ് പൊടി ഉണ്ടായിരിക്കും, അതിന് പാത്രം വേണ്ട. മഞ്ഞപ്പൊടിയാണ് അത്. പിന്നെ അമേരിക്കയിൽ കുതിരകൾക്കൊക്കെ കൊടുക്കുന്ന വേസ്റ്റ് പോലത്തെ പൊടിയാണ്. ഇന്ത്യയിൽ ടൺ കണക്കിന് കയറ്റി അയച്ച് നമ്മൾ ദാരിദ്ര്യവും പട്ടിണി ആയതുകൊണ്ട് അത് വാങ്ങിയതാണ്. നമ്മൾ പുല്ല് തന്ന് ജീവിച്ച ജനതങ്ങളൊക്കെയാണ് ഇവിടെ. പിന്നെ ദാരിദ്ര്യം കൊണ്ട് പുല്ല് തന്ന് ജീവിച്ച ജനങ്ങളാണ്. അന്ന് പട്ടിണി ദാരിദ്ര്യം കൊണ്ടാണ് ഇവിടെ വാങ്ങിയത്. അതെല്ലാം കഴിച്ച സ്കൂളിൽ പഠിച്ച ആളാണ് ഞാനൊക്കെ. ഒരു ഓല കെട്ടിടമാണ്. ടെസ്റ്റ് ട്യൂബ് എന്ന് പറഞ്ഞ് ഇങ്ങനെ കാണിച്ചത്. ദിസ് ഈസ് എ ടെസ്റ്റ് ട്യൂബ്, ഇതിനകത്ത് ടേക്ക് സം, ദിസ് ഈസ് എ ടെസ്റ്റ് ട്യൂബ് ടേക്ക് സം. അതിനകത്ത് രസം ഒഴിക്കുന്നു, പിന്നെ അതിനകത്ത് വെള്ളം ഒഴിക്കുന്നു. രസമാണോ വെള്ളമാണോ അടിയിൽ കിടക്കുന്നത്, ഇതിലേതാണെന്നൊക്കെ ചോദിക്കുന്ന അങ്ങനെ ഏതെങ്കിലും സാറന്മാർ കെമിസ്ട്രി പഠിപ്പിക്കുന്ന രീതിയായിരുന്നു പണ്ട്. അത് ചോക്കില്ല, ഡസ്റ്ററില്ല, ബെഞ്ചില്ല, ഡെസ്കില്ല, കാലൊടിഞ്ഞ ബെഞ്ച്, കാലൊടിഞ്ഞ ഡെസ്ക്, വടി, ഇങ്ങനെ വേറൊരു തരം, ഒരു ഗ്രാമീണ അന്തരീക്ഷത്തിൽ ജീവിച്ച സ്കൂളുകളാണ്. അതൊക്കെ മാറി AC ആകുന്നു, ഫാനാകുന്നു, കമ്പ്യൂട്ടറാകുന്നു, കസേരയാകുന്നു, മേശയാകുന്നു, വലിയ സംവിധാനങ്ങളാകുന്നു, ഭക്ഷണമാകുന്നു. ഇപ്പോൾ വെജിറ്റേറിയനായിട്ടുള്ള ഫ്രൈഡ് റൈസ് കൊടുക്കുന്നു, ബിരിയാണി കൊടുക്കുന്നു, മുട്ട കൊടുക്കുന്നു, പാല് കൊടുക്കുന്നു. മക്കളെല്ലാം സ്കൂൾ ബസ്സിൽ പോകുന്നു. ഏത് സ്കൂളായാലും ഗവൺമെൻറ് സ്കൂളിലൊക്കെ ബസ്സുണ്ടല്ലോ, ഓഡിറ്റോറിയം ഉണ്ട്, നല്ല സ്റ്റേഡിയമുണ്ട്, വലിയ സന്നാഹമാണുള്ളത്. ലാബുകളുണ്ട്, പിന്നെ തിയേറ്ററുകളുള്ള സ്കൂളുകളുണ്ട്, ഹോം തിയേറ്ററുള്ള സ്കൂളുകളുണ്ട്, സ്മാർട്ട് ക്ലാസ്സുകളുള്ള സ്കൂളുകളുണ്ട്. വലിയ സന്നാഹമാണ് ഉണ്ടായിട്ടുള്ളത്. പക്ഷേ ക്വാണ്ടിറ്റിയിൽ നമ്മൾ ഒരുപാട് മുന്നോട്ട് പോയപ്പോൾ തന്നെ ക്വാളിറ്റിയിൽ താഴോട്ട് പോയി, വല്ലാതെ താഴോട്ട് പോയി. നമ്മൾ DPEP ഒക്കെ തുടങ്ങി. അന്ന് വിചാരിച്ചത് ഇവിടെ ഒരുപാട് കലാകാരന്മാരും കായികക്കാരും സാഹിത്യകാരന്മാരും വൈവിധ്യമുള്ള ഒരു സമൂഹത്തെ നമുക്ക് കിട്ടുമെന്നാണ്. 10-30 വർഷം കഴിഞ്ഞല്ലോ. എത്ര വൈവിധ്യമുള്ള സമൂഹത്തെ കിട്ടി. DPEP വന്നതിന് ശേഷം എത്ര സാഹിത്യകാരന്മാരെ ഉണ്ടാക്കാൻ പറ്റി, എത്ര കായികക്കാരെ ഉണ്ടാക്കാം. അവരെല്ലാം ഇപ്പോൾ കുറേ നല്ല പ്രായമായി കാണുമല്ലോ, 10-30 വയസ്സായി കഴിഞ്ഞവരാണല്ലോ. എത്ര പേരെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റി, എത്ര കാർഷിക വിദഗ്ധരെ ഉണ്ടാക്കാൻ പറ്റി, എത്ര അങ്ങനെ ആരെ ഉണ്ടാക്കാൻ പറ്റി. DPEP തുടങ്ങുന്നതിന് മുമ്പുണ്ടായിരുന്ന പ്രവർത്തന്മുഖ വിദ്യാഭ്യാസത്തിന് മുമ്പുണ്ടായിരുന്ന ഗ്രേഡ് മാർക്കിന് മുമ്പുണ്ടായിരുന്ന വെട്ടികളിൽ നിന്ന് മാറി എന്താണ് ഇപ്പോൾ ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളത്? ഇപ്പോഴും പഴയ രീതി തന്നെ. ടീച്ചർമാരും സാറന്മാരും ഒക്കെ തുടങ്ങി. അതിനെ കാണാതെ പഠിപ്പിക്കലും കണ്ടുപിടിപ്പിക്കലും ട്യൂഷൻ പഠിപ്പിക്കലും അങ്ങനെയൊക്കെ തുടങ്ങി. അവസാനം വന്ന് നിൽക്കുന്നത് എഴുതാനും വായിക്കാനും കണക്ക് കൂട്ടാനും പോലും ബേസിക് കാര്യങ്ങൾ അറിഞ്ഞുകൂടാത്തൊരു ജനതയായി നമ്മൾ വരുന്നു. ഉയർന്ന ക്ലാസ്സുകളിലേക്ക് വരുമ്പോൾ വലിയ ബുദ്ധിമുട്ടാണ്. ആ സമയത്താണ് ദേശീയ വിദ്യാഭ്യാസ നിലവാര സൂചിക പുറത്തു വന്നിരിക്കുന്നത്. നമ്മൾ 14ാം സ്ഥാനത്തേക്ക് പോയിരിക്കുന്നു. പ്രിയപ്പെട്ട ശിവൻകുട്ടി സാറും നമ്മളെ ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ പിന്നെ മന്ത്രി ബിന്ദു മേഡമൊക്കെ ഇത് സീരിയസ് ആയിട്ട് കാണണം. ഉന്നത വിദ്യാഭ്യാസത്തിൽ പിന്നെ കാണാനൊന്നുമില്ല. അത് ആകെ കുളമായി ചളമാക്കി വെച്ചിട്ടുണ്ട്. അതിനകത്ത് ഇനി ആരും കയറി ഒരു കാലിനെ രക്ഷപ്പെടുത്താൻ പോലും കഴിയാത്ത രീതിയിൽ ഉന്നത വിദ്യാഭ്യാസം മാറിയിട്ടുണ്ട്. VC-മാരില്ല. വലിയ പ്രശ്നമാണത്. പരീക്ഷാ കലണ്ടർ അനുസരിച്ച് അത് വലിയ വിഷയമാണത്. അതവിടെ നിൽക്കട്ടെ. സ്കൂൾ വിദ്യാഭ്യാസം കുറച്ചുകൂടി മെച്ചപ്പെട്ട് പോകുന്നതായിരുന്നു. പക്ഷേ അവിടെ ഇപ്പോൾ ഒരു പ്രശ്നം വന്നിരിക്കുന്നത്, ചില ശ്രമങ്ങൾ ഗവൺമെൻറ് നടത്തുന്നുണ്ട്. ഗവൺമെൻറ്റിനെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല, മുഴുവൻ കുറ്റം പറയുന്നത് ശരിയല്ല. ഗവൺമെൻറ് ചില ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. എഴുതാനും വായിക്കാനും അറിഞ്ഞിടാത്ത ഒരുത്തനും ജയിക്കേണ്ട, അല്ലെങ്കിൽ ഒരുത്തികളും ജയിക്കേണ്ട, ഒരു കുട്ടികളും ജയിക്കേണ്ട. ഞാൻ ഒരുത്തി എന്ന് പറഞ്ഞു, ഇതിന് വേറെ അടുത്ത് എടുക്കരുതേ, കുഞ്ഞുങ്ങളെ പറഞ്ഞത്. മുതിർന്ന അല്ലെങ്കിൽ കുട്ടികൾ എഴുതാനും വായിക്കാനും അറിഞ്ഞിടാത്ത കുട്ടികളാരും ജയിക്കണ്ട എന്നുള്ളൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. മിനിമം കണക്ക് കൂട്ടാനും എഴുതാനും വായിക്കാനും അതേത് ഭാഷയായാലും അറിയുന്നവർ മാത്രം മുകളിലോട്ട് പോയാൽ മതി. മിനിമം മാർക്ക് കിട്ടിയാൽ മാത്രമേ മുകളിലോട്ട് പോയാൽ മതി എന്ന് പറഞ്ഞപ്പോൾ ശാസ്ത്ര സാഹിത്യ പരിഷത്തും പല സംഘടനകളും പറഞ്ഞു അത് പറ്റത്തില്ല. പിന്നെ അശരണരായിട്ടുള്ള നിരാലംബരായിട്ടുള്ള പട്ടികജാതി പട്ടികക്കാർ വർഗ്ഗക്കാരും ദളിതരുമൊക്കെ ഇത് ബുദ്ധിമുട്ടുമെന്ന് പറഞ്ഞെങ്കിലും അതിൽ ഗവൺമെൻറ് സ്ട്രോങ് ആയി നിന്നു. മുഖ്യമന്ത്രി ശക്തനായി അതിനകത്ത് നിലപാടെടുത്തു. DPI വളരെ സ്ട്രോങ് ആയി നിന്നു. നമ്മുടെ ശിവൻകുട്ടി സാറും ഒക്കെ സ്ട്രോങ് ആയി നിന്നതുകൊണ്ട് ആ തീരുമാനം അങ്ങനെ തന്നെ വന്നു. എന്തായാലും നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ രംഗം പോലെ തന്നെ കുളമായതുപോലെ സ്കൂൾ വിദ്യാഭ്യാസം കുറച്ച് ഭംഗിയായി പൊയ്ക്കൊണ്ടിരുന്നതാണ്. അതിനെ വല്ലാതെ പോവുകയാണ് ഇപ്പോൾ ദേശീയ നിലവാരം. ഇനിയിപ്പോൾ അത് നിലവാര സൂചി എടുത്ത രീതി ശരിയായില്ല, ഇൻഡെക്സ് ശരിയായില്ല എന്ന് പറഞ്ഞ് ആ പഠിച്ച ആളുകളെ നമ്മൾ കുറ്റം പറയും. അത് RSS ആണ്, BJP ആണ്, സംഘയാണ്, പരിവാറാണ്, സ്കൂളിനെ സഹായിക്കാനാണ്, പ്രൈവറ്റ് സ്കൂളിനെ സഹായിക്കാനാണ്. അങ്ങനെയൊക്കെ ഒരുപാട് ന്യായങ്ങളുമായിട്ട് കുറേ ചേട്ടന്മാർ ഇപ്പോൾ ഇറങ്ങും. രാമകൃഷ്ണന്മാർ ഇപ്പോൾ ഇറങ്ങും, ശ്രീരാമകൃഷ്ണന്മാർ ഇപ്പം ഇനി ഇറങ്ങും. ഇതാണെന്നൊക്കെ പറഞ്ഞ് ജനകീയ വിദ്യാഭ്യാസ യജ്ഞം എന്നൊക്കെ പറഞ്ഞ് ഹോമോ യജ്ഞം നടത്തിയ കുറച്ച് പേരുണ്ട്. അവരിപ്പോൾ കൊണ്ടിറങ്ങും. പക്ഷേ അതൊന്നും ഒരു കാര്യമില്ല. നമ്മൾ 14ാം സ്ഥാനത്ത് പോയത് 14ാം സ്ഥാനത്ത് തന്നെയാണ്. ഏത് ഇൻഡെക്സ് എടുത്താലും
ഇൻഡെക്സിൻ്റെ യാഡ്സ്റ്റിക്കൊക്കെ അവിടെ നിൽക്കട്ടെ, നമുക്ക് നോക്കാം എന്തുകൊണ്ട് 14 സ്ഥാനത്തേക്ക് പോയി, അതെങ്ങനെ 1 സ്ഥാനത്തേക്ക് വരാൻ പറ്റുമെന്ന് കേരളം ചിന്തിക്കുക. മിസോറാം നമ്മൾ സാക്ഷരതയിൽ 1 സ്ഥാനത്ത് പോയി, നമ്മൾ 2 സ്ഥാനത്തായി. ഇപ്പോൾ ഇതിലും നമ്മൾ പിറകിലോട്ട് പോകുന്നു. എങ്ങനെയാണ് നമ്മുടെ പ്രാഥമിക വിദ്യാഭ്യാസം, ഹൈസ്കൂൾ വിദ്യാഭ്യാസത്തിലും നമുക്ക് 1 സ്ഥാനം പിടിക്കാൻ കഴിയുക? അതിനെക്കുറിച്ചുള്ള ചർച്ചകളാകട്ടെ നടക്കേണ്ടത്. ബാക്കിയെല്ലാം ചുമ്മാ പുകമറയായി നിൽക്കട്ടെ.